ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റോസ് കിച്ചൻ. ഇന്ന് നമുക്ക് വാഴയ്ക്കാത്തോരൻ, കേരള വാഴയ്ക്കാത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഈ വാഴയ്ക്കാത്തോരൻ നമുക്ക് എത്ര രുചികരമായിട്ടും ഈസി ആയിട്ടും വെക്കാവുന്ന ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ വാഴയ്ക്കാത്തോരൻ കൂട്ടാവുന്നതാണ്. അപ്പം നമുക്ക് ഈ വാഴയ്ക്ക പലതരത്തിലുള്ള വാഴയ്ക്കയുണ്ട്. നേന്ത്രക്കാവുണ്ട്, പിന്നെ പാളയംകോടനുണ്ട്, ഏലക്ക ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള പേരിൽ അറിയപ്പെടുന്ന വാഴയ്ക്കയുണ്ട്. ഞാനിപ്പം തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള വാഴയ്ക്കയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വാഴയ്ക്ക നമുക്ക് ഈസി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഈ വാഴയ്ക്ക നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും രുചികരമായ രീതിയിൽ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയും വേണം. ഇതുപോലെയുള്ള 3 വാഴയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കടകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കറി വെക്കാൻ വരുന്ന വാഴയ്ക്ക, പച്ചവാഴയ്ക്ക വരുന്ന ഇതുപോലത്തെയാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 3 വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തെല്ലാമാണെന്ന് നോക്കാം. പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങയാണ്. ഞാനൊരു മീഡിയം തേങ്ങയുടെ അരമുറി ഞാൻ തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, കടുക്, വെളിച്ചെണ്ണ, കുരുമുളക് പൊടി. ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതെങ്ങനെയാണ് വാഴയ്ക്ക എടുത്ത് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. നമുക്ക് ഈ വാഴയ്ക്ക ഇനി റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ വാഴയ്ക്ക എടുത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വാഴയ്ക്ക ഇത് ചീകി എടുക്കണം. ഇതിൻ്റെ പുറം തൊലി എടുത്ത് കളയുമ്പോൾ നമുക്ക് വാഴയ്ക്ക അരിഞ്ഞ് വെള്ളത്തിൽ വേണം ഇടാനായിട്ട്. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴയ്ക്കയുടെ തോട് നീക്കാം. ഇങ്ങനെ എടുത്ത് കളയണം. ഇപ്പോൾ ഇതുപോലെ ഞാൻ ചീകി എടുത്തിട്ടുണ്ട്. അല്പം ഇതുപോലെ തോടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെച്ച് നമുക്ക് ചീകി എടുത്താൽ മതി. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞ് വെള്ളത്തിലിടണം. ഇതുപോലെ വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. ഇങ്ങനെ എടുക്കണം. ഇതിൽ ചെറുതായിട്ട് കറയുണ്ട്, വാഴയ്ക്ക കറയെന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത്. ഇതുപോലെ നമുക്ക് മൂന്നെണ്ണവും നമുക്ക് ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വാഴയ്ക്കയുടെ പുറത്ത് ഇതുപോലെ തൊലി ഇരുന്നാൽ കുഴപ്പമില്ല. ഇത് കംപ്ലീറ്റ് നമ്മൾ ചെത്തി കളയണമെന്നില്ല. അതുപോലെ എല്ലാം തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ 3 വാഴയ്ക്കായി ഞാൻ ഇതുപോലെ ഇതുണ്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഴയ്ക്കയിലേക്ക് നമുക്ക് ഇതുപോലെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കാം. നമ്മൾ കഴുകിയെടുക്കുമ്പം 2 പ്രാവശ്യം നമ്മളിത് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. ആ കറ പോകുന്നതിനായിട്ട്. കണ്ടോ, ഇപ്പം നോക്കി, കണ്ടോ കറ വന്ന് ഇളകുന്നത്. ഇതാണ് ഇതിൻ്റെ കറ ഇളകുന്നത്. കണ്ടോ കറ ഇതാണ്. അപ്പോൾ നമുക്കിനി ഇത് കഴുകിയെടുത്ത് നമുക്ക് സ്റ്റൗമേൽ വെച്ച് വേവിച്ചെടുക്കാം. 2 പ്രാവശ്യം വാഴയ്ക്ക കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത് നമ്മൾ പാത്രത്തിൽ വെള്ളം ഇത്ര ഒഴിച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെ വെള്ളം ഒഴിക്കണം. വേകുന്നതിനാവശ്യമായ വെള്ളം ഇങ്ങനെ നികക്കി ഒഴിച്ചാൽ മതി. അതിപ്പോൾ എന്തോരം വാഴയ്ക്ക എടുക്കുന്നോ അത്രയും. നമ്മൾ 1/2 ഗ്ലാസ് ഒന്നും പറഞ്ഞാൽ നമ്മളിപ്പം വാഴയ്ക്ക എത്ര എണ്ണം എടുക്കുന്നോ
എത്ര വാഴയ്ക്ക എടുത്താലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നികന്ന് കിടക്കണം വെള്ളം. ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളമാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. വാഴയ്ക്ക പെട്ടെന്ന് തന്നെ വാഴയ്ക്ക വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം നമുക്കിത് വേകുന്നതിനായിട്ട്. വാഴക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. നമുക്ക് സവോള ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞിടാം. ഇത് ചതച്ചെടുക്കണം. നമുക്ക് നന്നായിട്ട് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് വാഴയ്ക്ക വേകുന്ന സമയം, വാഴയ്ക്ക പെട്ടെന്ന് വേകും, 10 മിനിറ്റ് മതി വേകാനായിട്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞാൽ മതി, നന്നായിട്ട് അരഞ്ഞു പോകരുത്, ഇങ്ങനെ അരഞ്ഞാൽ മതിയാവും. ഇനി നമുക്ക് വാഴയ്ക്ക വെന്തോന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് പോലും ആയില്ല, അതിന് മുമ്പ് തന്നെ കണ്ടോ വാഴയ്ക്ക വെന്തിട്ടുണ്ട്. വാഴയ്ക്ക വെന്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പിട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ഇതിനകത്ത് കിടന്ന് വേകണം. ഉണ്ടോ, വെള്ളം നമുക്ക് ഇത്രയും വറ്റിയാൽ മതി. വാഴയ്ക്ക വെന്തെന്ന് തോന്നിയാൽ നമുക്കത് ഉടനെ തന്നെ അരപ്പിടാം. പിന്നെ ഒലത്തുമ്പം, വാഴയ്ക്ക കടുക് പൊട്ടിച്ച് ഒലത്തുമ്പം തന്നെ നമുക്ക് ഈ വെള്ളം അതിൽ നിന്ന് ഇട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ വാഴയ്ക്കാത്തോരന് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കേണ്ട ഐറ്റമാണ് മല്ലിപ്പൊടിയും കുരുമുളകും. മല്ലിപ്പൊടി ചേർത്ത് വേണം നമ്മൾ ഈ അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റ് വരും. ഇനി നമുക്ക് ഈ അരപ്പ് വേകുന്നതിനായിട്ട് ഒരു മിനിറ്റ് നമുക്ക് അടപ്പെടുത്ത് മൂടി വയ്ക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കാം. അരപ്പ് വേകുന്നതിനായിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമുക്കിത് മൂടിയെടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അരപ്പ് എല്ലാം വെന്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് പൊട്ടിച്ച് ഉലർത്തിയെടുക്കാം. കുരുമുളക് പൊടിയിട്ട് നമുക്ക് ഉലർത്തിയെടുക്കാം. ഇനി നമുക്ക് ഇത് വാങ്ങി വെക്കാം. കടുക് പൊട്ടിക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉറഞ്ഞിരിക്കുക. അപ്പം ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നമുക്ക് അല്പം കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ വാഴയ്ക്ക ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് നമുക്ക് ഇതിൽ മിക്സാക്കി ഉലർത്തിയെടുക്കണം. ഇത് വെള്ളം വറ്റി നല്ലപോലെ നല്ലപോലെ വെള്ളം വറ്റണം. അല്പം ഫ്ലെയിം നമുക്ക് കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഉലർത്തിയെടുക്കാം. നമ്മളിങ്ങനെ ഉലർത്തിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് വാഴയ്ക്കാത്തോരൻ. ഇപ്പം വാഴയ്ക്കാത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വാഴയ്ക്കാത്തോരൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണിതിന്. ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വാഴയ്ക്കാത്തോരൻ കറി റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വാഴയ്ക്കാത്തോരൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണിതിന്. ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വാഴയ്ക്കാത്തോരൻ കറി റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.